ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് സെക്കൻഡ് ചാപ്റ്റർ ക്വസ്റ്റ്യൻ ആക്ടിവിറ്റീസുമാണ് നോക്കാം. ദ ബോയ് ഹു ഡ്രോ കാറ്റ്സ്, അല്ലേ, പൂച്ചകളെ വരച്ച ആൺകുട്ടി. നോക്കാം. Hasegawa Takichiro, 1853-1938, was an innovative Japanese publisher specializing in book in European language on Japanese subject. He employed leading foreign residents as a translator, not Japanese artists as illustrators, and became a leading purveyor of export books and publications for foreign residents in Japan. And ഹെസഗാവ ടകിച്ചിറോ ജപ്പാനീസ് വിഷയങ്ങളിൽ യൂറോപ്യൻ ഭാഷകളിൽ പുസ്തകങ്ങൾ വൈവിധ്യം നേടിയ ഒരു ജപ്പാനീസ് പ്രസാധകനായിരുന്നു. പിന്നെന്താണ്, അദ്ദേഹം മറ്റ് യൂറോപ്യൻ ലാംഗ്വേജസിനെ വിവർത്തകനായിരുന്നു, അല്ലേ. പിന്നെന്താണ്, ജപ്പാനീസ് കലാകാരന്മാരെ ചിത്രകാരന്മാരാക്കി കണക്കാക്കി ജപ്പാനിലെ വിദേശ നിവാസികൾക്കായി കയറ്റുമതി പുസ്തകങ്ങളുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും മുൻനിര വിതരണക്കാരനായി പ്രവർത്തിച്ചു. ഓക്കെ, ഇനി ഹോപ്പ് യു എൻജോയ്ഡ് ദ സ്റ്റോറി. ദ മിസ്റ്റീരിയസ് പിക്ചർ യു കെയിം അക്രോസ് എ ടൈൽ ദ പെയിൻറ്റർ ഇൻ ദ സ്റ്റോറി. In this story you will be see a boy who is a painter who know to draw only cats. It's a Japanese folk tale. Read it and enjoy. എന്താണ് ദ മിസ്റ്റീരിയസ് എന്ന കഥ നിങ്ങൾ ആസ്വദിച്ചല്ലോ. മിസ്റ്റീരിയസ് സ്റ്റോറി നിങ്ങൾ ആസ്വദിച്ചല്ലോ. ഈ കഥയിലെ ചിത്രകാരനായ ടീലിനെ നിങ്ങൾ കണ്ടുമുട്ടി. ഈ കഥയിൽ പൂച്ചകളെ മാത്രം വരയ്ക്കാൻ അറിയുന്ന ഒരു ചിത്രകാരനെ നിങ്ങൾ കാണും. അതൊരു ജപ്പാനീസ് നാടോടി കഥയാണ്. അത് വായിച്ച് ആസ്വദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ അത് നോക്കാം, ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കാം. ഇനി നമുക്ക് അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ ആൻസർ: ഹൗ ഈസ് ദ യങ്ങസ്റ്റ് ചൈൽഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോയ്. എന്താണ്, എങ്ങനെയാണ് ഏറ്റവും ഇളയ ആൺകുട്ടിയെ കഥയിൽ അവതരിപ്പിക്കുന്നത്? ദ യങ്ങസ്റ്റ് ചൈൽഡ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ ഫിസിക്കലി വീക്ക് ബോയ് ബട്ട് ഈസ് നോട്ട് ക്ലെവർ. He was not fit for hard work, but he was more clever than all his brothers and sisters. ഏറ്റവും ഇളയ കുട്ടി ശാരീരികമായി ദുർബലനായ ഒരു ആൺകുട്ടിയായി അവതരിപ്പിക്കപ്പെട്ടു, പക്ഷേ വളരെ മിടുക്കനായെന്നാണ്, അല്ലേ. കഠിനാധ്വാനത്തിന് അയോഗ്യനാണെങ്കിലും പിന്നെന്താണ്, തൻ്റെ എല്ലാ സഹോദരങ്ങളെക്കാളും മിടുക്കനാണ് അവൻ. ഓക്കെ, ഇനി വൈ ഡിഡ് ദ പാരൻസ് ടേക്ക് ദ ബോയ് ടു ദ പ്രീസ്റ്റ്. എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ ആൺകുട്ടിയെ പുരോഹിതൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത്? ദ ബോയ് വാസ് വെരി വീക്ക് ആൻഡ് ഹി വാസ് നോട്ട് അറ്റ് ഓൾ ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. സോ ഹിസ് പാരൻസ് തോട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ഹിം ടു ബിക്കം എ പ്രീസ്റ്റ് ദെൻ ടു ബിക്കം എ ഫാർമർ. അപ്പം കുട്ടി വളരെ ദുർബലനായിരുന്നു, അല്ലേ. കഠിനാധ്വാനത്തിനൊന്നും ആ കുട്ടി യോഗ്യനല്ലായിരുന്നു. അതുകൊണ്ട് കർഷകനാകുന്നതിനേക്കാൾ പുരോഹിതനാകുന്നതാണ് നല്ലതെന്ന് മാതാപിതാക്കൾ കരുതി. ഓക്കെ, അതാണ്. പിന്നെ ഡാഷ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Dash, but perhaps you will become a great artist. Do you think the opinion of the priest about the boy is appropriate? Why? ഒരു പക്ഷേ നിങ്ങളൊരു മികച്ച കലാകാരനായി മാറിയേക്കാം. ആൺകുട്ടിയെക്കുറിച്ചുള്ള പുരോഹിതൻ്റെ അഭിപ്രായം ഉചിതമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ട്? അപ്പോൾ എന്താ പറയുക? യെസ്, whenever the boy is alone he draws the pictures of cats. Later he become ഫേമസ് ആർട്ടിസ്റ്റ്, അല്ലേ. അതേ കുട്ടി തനിച്ചായിരിക്കുമ്പോഴെല്ലാം അവൻ പൂച്ചകളുടെ ചിത്രം വരയ്ക്കുന്നു. പിന്നീട് അവൻ പ്രശസ്ത കലാകാരനായി. വാട്ട് വാസ് ദ അഡ്വൈസ് ഓഫ് ദി പ്രീസ്റ്റ് ടു ദ ബോയ്. പുരോഹിതൻ ആൺകുട്ടിക്ക് നൽകിയ ഉപദേശം എന്തായിരുന്നു? ദ ബോയ് പ്രീസ്റ്റ് അഡ്വൈസ്ഡ് അവോയ്ഡ് ദ ലാർജ് പ്ലേസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. അല്ലേ, രാത്രിയിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറിയ സ്ഥലം ഉപയോഗിക്കുക എന്ന് പഴയ പുരോഹിതൻ ഉപദേശിച്ചു. വൈ ഡിഡിൻ ദ ബോയ് ഗോ ഹോം ആഫ്റ്റർ ഹി ഫെൽറ്റ് ദ ടെമ്പിൾ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ കുട്ടി എന്തുകൊണ്ടാണ് വീട്ടിൽ പോവാത്തത്? ഹി വാസ് ഷുവർ that his father would punish him, അല്ലേ, for the disobeying him. So he felt afraid to go home, അല്ലേ. അപ്പം വൈ ഡിഡ് ബോയ് എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം? തന്നോട് അനുസരണക്കേട് കാണിച്ചതിന് അച്ഛൻ ശിക്ഷിക്കുമെന്ന് അവന് ഉറപ്പായിരുന്നു, അല്ലേ. അതുകൊണ്ട് വീട്ടിൽ പോകാൻ പേടി തോന്നി. ഓക്കെ, ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. When the boy entered the temple, he did not see anyone. What would be the reason?
എന്താണ്, ബാലൻ ക്ഷേത്രത്തിൽ പ്രവേശിച്ചപ്പോൾ ആരെയും കണ്ടില്ല. എന്തായിരിക്കും കാരണം? ദ റീസൺ വാസ് ദാറ്റ് ദ ഗ്ലോബിൻ റാറ്റ് ഹാഡ് frightened the priest away and they took പൊസഷൻസ് ഓഫ് ദി പ്ലേസ് അല്ലേ. എന്താണ്, ഗ്ലോബിൻ എലി വൈദികരൊക്കെ ഭയപ്പെടുത്തി ആ സ്ഥലം കൈവശപ്പെടുത്തിയത് കൊണ്ടാണ് ആരെയും കാണാഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ. why did he choose a small place to sleep? എന്താണ്, എന്തുകൊണ്ടാണ് അവൻ ഉറങ്ങാൻ ചെറിയ സ്ഥലം തിരഞ്ഞെടുത്തത്? The boy felt afraid when he was alone and also he place was not familiar to him. അല്ലേ, എന്താണ്, തനിച്ചായിരിക്കുമ്പോൾ കുട്ടിക്ക് ഭയം തോന്നി. മാത്രമല്ല ആ സ്ഥലം അവന് അത്ര പരിചയമൊന്നുമില്ല. when he remembered the words of the old priest, അവൻ ആലോചിച്ചു ആ ഓൾഡ് പ്രീസ്റ്റ് അവനോട് പറഞ്ഞ വാക്കുകൾ. അവോയ്ഡ് ദ ലാർജ് പ്ലേസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. അല്ലേ, he chose a small place ടു സ്ലീപ്പ് എന്ന് വെച്ചപ്പോൾ ആ പുരോഹിതൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറുത് ഉപയോഗിക്കുക എന്ന്. അത് ഓർമ്മിച്ചപ്പോൾ അവനെന്ത്, ഉറങ്ങാൻ ഒരു ചെറിയ സ്ഥലം തിരഞ്ഞെടുത്തു. ഓക്കെ, വേർ ഡിഡ് ദ ബോയ് ഫൈൻഡ് എ സേഫ് പ്ലേസ് ടു സ്ലീപ്പ് ഓൺ? എന്താണ്, എവിടെയാണ് കുട്ടി ഉറങ്ങാൻ സ്ഥലം കണ്ടെത്തിയത്? ഹി ഫൈൻഡ് എ ലിറ്റിൽ ക്യാബിനറ്റ് വിത്ത് എ സ്ലൈഡിങ് ഡോർ ടു ദ സ്ലീപ്പ്. അല്ലേ, ഉറങ്ങാൻ സ്ലൈഡിങ് ഡോറുള്ള ഒരു ചെറിയ ക്യാബിനറ്റ് അദ്ദേഹം കണ്ടെത്തി. പിന്നെ വാട്ട് വാസ് ദ ഡ്രെഡ്ഫുൾ നോയ്സ് ദാറ്റ് ദ ബോയ് ഹിയർഡ്? ബാലൻ കേട്ട ഭയാനകരമായ ശബ്ദം എന്തായിരുന്നു? ഇറ്റ് വാസ് എ ട്രബിൾ നോയ്സ് ഓഫ് ദി ഫ്രൈറ്റനിങ് ആൻഡ് സ്ക്രീമിങ്. അല്ലേ, scream. It was the sound of the globin rat fighting with the rats he find down. അല്ലേ, എന്താണ് ശബ്ദം എന്ന് വെച്ചാൽ ഭയപ്പെടുത്തുന്നതും നിലവിളിക്കുന്നതുമായ ഒരു ഭയങ്കര ശബ്ദമായിരുന്നു അതല്ലേ. താൻ വരച്ച പൂച്ചകളോട് ഗ്ലോബിൻ എലി പോരാടുന്ന ശബ്ദമായിരുന്നു അത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. How do you think the globin rat was killed? ഗ്ലോബിൻ എലിയെ എങ്ങനെയാണ് കൊന്നത് എന്ന് നിങ്ങൾ കരുതുന്നത്? എങ്ങനെയാണ് കൊന്നത്? The globin rat was killed by the cat which the boy was drawn. അല്ലേ, ബാലൻ വരച്ച പൂച്ചയാണ് ഗ്ലോബിൻ എലിയെ കൊന്നത്. Was the advice of the priest helpful to the boy? Why? പുരോഹിതൻ ഉപദേശം ആൺകുട്ടിക്ക് സഹായകമായിരുന്നു. എന്തുകൊണ്ട്? as the boy obeyed the priest advice and thus he saved himself from big trouble. അല്ലേ, അതേ കുട്ടി പുരോഹിതൻ്റെ ഉപദേശം അനുസരിച്ച് അങ്ങനെ അവൻ വലിയ കുഴപ്പത്തിൽ നിന്ന് സ്വയം രക്ഷിച്ചു. ഓക്കെ, ഇനി ആക്ടിവിറ്റി പറയാം. ആക്ടിവിറ്റി 1 ആണ്. എന്താ വെച്ചാൽ did you enjoy the story The Boy Who Drew Cats? If you were the young boy, how would you tell the story? You may begin like this. I was the youngest child of a poor Japanese family. എന്താണ് നോക്കാം. ഇതെന്താ വെച്ചാൽ പൂച്ച വരച്ച ആ ആൺകുട്ടി എന്ന കഥ നിങ്ങൾ ആസ്വദിച്ചല്ലോ. നിങ്ങളൊരു ചെറിയ ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ കഥ പറയുന്നത്? അപ്പോൾ നിങ്ങൾ ഇതുപോലെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, it was a youngest son of a poor Japanese family. I had brothers and sisters. They helped our parents to do job. Okay, എന്താണ്, ഞാനൊരു പാവപ്പെട്ട ജപ്പാനീസ് കുടുംബത്തിലെ ഇളയ മകനായിരുന്നു. എനിക്ക് സഹോദരന്മാരും സഹോദരിയും ഉണ്ട്. പിന്നെ അവർ ഞങ്ങളുടെ മാതാപിതാക്കളെ ജോലിയെ സഹായിച്ചു. I was small and weak. എന്താണ്, ഞാൻ ചെറുതും ദുർബലനുമായിരുന്നു. So my parents decided to send me to the nearest temple as an acolyte to the old priest. അല്ലേ, എന്താണ്, അതിനാൽ എന്നെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പഴയ പുരോഹിതൻ്റെ സഹായിയായി അയക്കാൻ എൻ്റെ മാതാപിതാക്കൾ തീരുമാനിച്ചു. I liked to draw pictures of cats. അല്ലേ, പൂച്ചകളുടെ ചിത്രങ്ങൾ വരയ്ക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. ബട്ട് ദ പ്രീസ്റ്റ് ഡിഡ്ന്റ് allow me to draw all the times. അല്ലേ, പക്ഷേ പുരോഹിതൻ എന്നെ എപ്പോഴും വരയ്ക്കാൻ അനുവദിച്ചില്ല. He always said me it was not good for an acolyte to draw pictures of everywhere. അല്ലേ, he told me to study book but I couldn't stop drawing pictures. അല്ലേ, എന്താണ്, ഇത് ഒരു പുരോഹിതനെ എപ്പോഴും വരയ്ക്കാൻ ചേരില്ല. എല്ലായിടത്തും പഴം വരയ്ക്കുന്നത് അക്കോളിക്കിന് നല്ലതല്ലാന്ന്. അല്ലേ, അക്കോളിക്കിന് നല്ലതല്ല. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു പുസ്തകങ്ങൾ
പിന്നെ പഠിക്കാൻ പറഞ്ഞു. പക്ഷേ ചിത്രങ്ങൾ വരയ്ക്കുന്നത് നിർത്താൻ അവന് കഴിഞ്ഞില്ല. ഓക്കെ, പിന്നെ അടുത്ത എന്താ, അറ്റ്ലീസ്റ്റ് he told me that was not eligible to become a priest, and I had the talent of an artist. അല്ലേ, എന്താണ്, കുറഞ്ഞത് ഒരു വൈദികനാവാൻ എനിക്ക് യോഗ്യതയില്ലെന്നും ഒരു കലാകാരനുള്ള കഴിവ് നിനക്കുണ്ടെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. ഹി സെൻഡ് മീ ടു മൈ ഹോം ആൻഡ് ഗിവിങ് എ അഡ്വൈസ്. Avoid a large place at night, keep it too small. I couldn't understand that meaning of these words. I was afraid to go back home, and because I was sure that my father would punish me, I decided to go to the temple, which was situated approximately 12 miles away from this place. There were many priests, so they couldn't appoint me as their acolyte. അല്ലേ, അക്കോളിക്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അവൻ എപ്പോഴും ചിത്രം വരയ്ക്കുന്നത് വൈദികന് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ വൈദികൻ അവനോട് പറഞ്ഞാൽ, വൈദികനാകാൻ നിനക്ക് യോഗ്യതയില്ല, ഒരു കലാകാരൻ്റെ കഴിവ് നിനക്കുണ്ട് അല്ലേ. അദ്ദേഹം എന്നോട് പറഞ്ഞു, രാത്രിയിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറുതായിരിക്കുക, പിന്നെ എന്ന ഉപദേശം നൽകി. അദ്ദേഹം എന്നെ എൻ്റെ വീട്ടിലേക്ക് അയക്കുന്നു. പിന്നെ എന്താ, അവൻ്റെ വാക്കുകളുടെ അർത്ഥം അയാളുടെ വാക്കുകളുടെ അർത്ഥം അവന് മനസ്സിലായില്ല. കാരണം എന്താണ്, പിന്നെ അവന് പേടിയായി. എന്താണ്, എൻ്റെ അച്ഛൻ ശിക്ഷിക്കും അല്ലേ, അവന് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം 12 മൈൽ അകലെയുള്ളൊരു ക്ഷേത്രത്തിലേക്ക് അവൻ പോകാൻ തീരുമാനിച്ചു. എന്നിട്ട് പുരോഹിതന്മാർ അവരുടെ സഹായത്തിനായി എന്നെ നിയമിക്കും. രാത്രി ആ ക്ഷേത്രങ്ങളിൽ എത്തി. പക്ഷേ അമ്പലം അടച്ചിട്ടത് അവൻ അറിഞ്ഞില്ല. അപ്പോൾ ഒരു ദിവസം അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ ആ ഒരു അമ്പലത്തിൽ സ്റ്റേ ചെയ്യാൻ വിചാരിച്ചു. Okay, I reached the temple at night, but didn't know that the temple was closed. Globin rat had frightened the priest away from and looked at the possessions of the temples. There was a light temple only. I knocked on the door, and there had no reply from the priest. I gently pushed the door, was opened, as it was not closed. എന്താണ്, അപ്പോൾ എന്ത് ചെയ്തു, അവിടെ ക്ഷേത്രത്തിൽ അവൻ ആ ക്ഷേത്രത്തിലെത്തി. പക്ഷെ ആ അമ്പലം അടച്ചിട്ടത് അവൻ അറിഞ്ഞില്ല. എന്താണ്, ഒരു ഗ്ലോബിനലി പുരോഹിതന്മാരെ ഭയപ്പെടുത്തി അവർ ക്ഷേത്രം കൈവശപ്പെടുത്തിയതാണ്. പിന്നെ ക്ഷേത്രത്തിൽ മാത്രമാണ് വെളിച്ചമുണ്ടായിരുന്നത്. അവൻ വാതിലിൽ മുട്ടി. അപ്പോൾ വാതിലിൽ മുട്ടിയപ്പം ആ വാതിൽ മെല്ലെ തള്ളി. അപ്പോൾ അടയാത്തതിനാൽ തുറന്നു. പിന്നെ അവൻ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. പിന്നെ ക്ഷേത്രത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ സാധനങ്ങളൊക്കെ പൊടിച്ചിട്ട് ചിത്രങ്ങൾ വരയ്ക്കാൻ മതിയായ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, I draw the pictures. Okay, enough to draw a pictures. Everything. I entered the temples. There was nobody. The temples of thinking they were covered with dust. അല്ലേ, അവിടെ ഒരുപാട് പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പം there was enough to place of draw picture. അവൻ പിക്ചർ വരയ്ക്കാൻ ആരംഭിച്ചു. I know the pictures of cat. I draw the pictures of cat. അവൻ കാറ്റിൻ്റെ ചിത്രം വരച്ചു. പിന്നെ I felt sleepy and looked for the place to sleep. എന്താണ്, അവൻ ഉറങ്ങാനുള്ള സ്ഥലങ്ങൾ നോക്കി. There was fear in my mind at the time. അവൻ്റെ മനസ്സിൽ അപ്പോൾ പേടി തോന്നി. I remembered that the words of the old priest. അവൻ ആലോചിച്ചു, അവൻ്റെ ഓൾഡ് പ്രീസ്റ്റ് പറഞ്ഞ വാക്കുകൾ അവൻ ആലോചിച്ചു. I searched for a small place to sleep. അല്ലേ, ആ പുരോഹിതൻ പറഞ്ഞ വാക്കുകൾ ആലോചിച്ചപ്പോൾ അവൻ ചെറിയ സ്ഥലം തെരഞ്ഞു നടന്നു അവന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. I found the cabinet to sleep. അല്ലേ, അവനൊരു ക്യാബിൻ്റെ അടിയിൽ സ്ലീപ്പ് ചെയ്ത് I entered into the closed the door. Noise of frightening and screaming wakened me. I made no sound and waited till morning. In the morning, I saw the globin rat. I saw the globin rat, which was bigger than the cow lay dead there. പിന്നെ nobody was there except me. I found a blood coming from the mouth of this cat, which I had drawn yesterday. I realized that the cat killed the globin rat. Then I understood the meaning of the old priest. എന്താ വെച്ചാൽ എന്താണ്,
പുരോഹിതൻ്റെ വാക്കുകൾ അവൻ ഓർത്തില്ലേ, ചെറിയ സ്ഥലം തിരഞ്ഞെടുക്കണമെന്ന്. അപ്പോൾ എന്താ, ഉറങ്ങാൻ നേരത്തെ അവൻ ഒരു ക്യാബിനറ്റ് കണ്ടെത്തി അല്ലേ. അപ്പോൾ അവൻ അതിൽ കയറി വാതിലടച്ചു. പിന്നെന്താണ്, ഭയപ്പെടുന്നതും പിന്നെ നിലവിളിക്കുന്നതുമായ ഒരു ശബ്ദം അവനെ ഉണർത്തി. എന്നാൽ ശബ്ദമുണ്ടാക്കാതെ രാവിലെ വരെ കാത്തു കിടന്നു. പിന്നെ രാവിലെ പശുവിനേക്കാൾ വലുപ്പമുള്ള ഒരു ഗ്ലോബിനെല്ലി ചത്തു കിടക്കുന്നു അവൻ കണ്ടു. ഞാനല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ വരച്ച പൂച്ചകളുടെ വായിൽ നിന്ന് രക്തം വരുന്നത് ഞാൻ കണ്ടു. പൂച്ച എലിയെ കൊന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് പഴയ പുരോഹിതൻ്റെ അർത്ഥം മനസ്സിലായി എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ആക്ടിവിറ്റി 2 എന്ന് പറഞ്ഞിട്ടാണ് ഹൗ വാസ് ദ ഗ്ലോബിൻ റാറ്റ് കിൽഡ്. റൈറ്റ് ദ ഇവൻറ്റ് ലീഡ് ടു ദ ഡെത്ത് ഓഫ് ദി ഗ്ലോബിൻ റാറ്റ് ടു കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. എന്താണ്, എങ്ങനെയാണ് ഗ്ലോബിൻ എല്ലി കൊല്ലപ്പെട്ടത്, താഴെ തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാൻ ഗ്ലോബിൻ എല്ലിയുടെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്, ഗ്ലോബിൻ റാറ്റ് ഫ്രൈറ്റൻഡ് ദ പ്രീസ്റ്റ് എവേ ആൻഡ് ടുക്ക് എ പൊസഷൻ ഓഫ് ദി ടെമ്പിൾ അല്ലേ. ഗ്ലോബിൻ എല്ലി പുരോഹിതന്മാരെ ഭയപ്പെടുത്തി ക്ഷേത്രം കൈവശപ്പെടുത്തി. പിന്നെന്താണ്, ദ ബോയ് എൻറ്റേഡ് ദ ടെമ്പിൾ ആൻഡ് ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് കാറ്റിൽ. ആൺകുട്ടി ക്ഷേത്രത്തിൽ കയറി പൂച്ചകളുടെ ചിത്രം വരച്ചു. ദ ബോയ് ഫെൽറ്റ് അഫ്രൈഡ് ആൻഡ് ക്ലോസ് ദ ക്യാബിനറ്റ് ആൻഡ് ഷെൽട്ടർ ഓഫ് ഫെൽറ്റ് ആസ് സ്ലിപ്പ് അല്ലേ. കുട്ടി ഭയപ്പെട്ടു, ആ ക്യാബിനറ്റ് തൻ്റെ അഭയകേന്ദ്രമാക്കി തിരഞ്ഞെടുത്ത് ഉറങ്ങി. പിന്നെ ഹി വാസ് എ വീക്കൻഡ് ബൈ ദ നോയ്സ് ഓഫ് ഫൈറ്റണിങ് ആൻഡ് സ്ക്രീമിങ് അല്ലേ. പേടിപ്പെടുത്തുന്ന ബഹളവും നിലവിളിയും കേട്ടാണ് അവ ഉണർന്നത്. അപ്പോൾ എന്താണ്, എ ഗ്ലോബിൻ റാറ്റ് ബിഗർ ദാൻ എ കൗ വാസ് ലെയിങ് ഡെഡ് ഓൺ ദ ഫ്ലോർ അല്ലേ. പശുവിനേക്കാൾ വലുപ്പമുള്ള ഒരു ഗ്ലോബിനെല്ലി തറയിൽ ചത്തുകിടക്കുകയായിരുന്നു. ഓക്കെ, ഇത്രയുമാണ് ഇതിലെ പ്രവർത്തനങ്ങൾ. ഇത് മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.